ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് എത്രാം തീയതി? ഇന്ന് ഇവിടെ പൂരം പുറപ്പാടാണ് ഗൈസ്. മകേരിയം പുറപ്പാട് എന്ന് പറയും. അത് ശരിക്കും 2 ദിവസമായി തുടങ്ങിയിട്ട്, പക്ഷെ ഇതിങ്ങനെ ഈ റൂട്ട് ഇന്നാണ്. അപ്പോൾ ഈ റൂട്ട് മീൻസ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റൂട്ടിൽ കൂടെ ഇന്ന് തേവരുടെ പൂരം പുറപ്പാട് പോകുന്ന ദിവസമാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാവർക്കും ഇന്ന് നല്ല അടിപൊളി വൈബായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കുരുത്തോലൊക്കെ വെച്ചിട്ട്, മറ്റേ കുരുത്തോല പന്തലല്ല, അങ്ങനെ കുരുത്തോല കൊണ്ട് ഇങ്ങനെ അരങ്ങ് പോലത്തെ സാധനമൊക്കെ ഉണ്ടാക്കൽ, ഇടൽ, പിന്നെ നമ്മൾ പറ നിറയ്ക്കും, കളം സെറ്റാക്കും, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യും. അപ്പോൾ അതേ അമ്മ ഇവിടെ ഇരുന്നിട്ട് ഈ കുരുത്തോലൊക്കെ ഇതുപോലെ ആക്കി ഇടാനുള്ള ശ്രമത്തിലാണ്. കണ്ട, ഇങ്ങനെ ഇതുപോലെ ആക്കിയെടുക്കും നമ്മൾ. കണ്ട, അവിടെ കൊണ്ടമ്മ കണക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ശരിക്കും ഇങ്ങനെ അല്ലത് വരിക. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ കിടക്കുന്ന സാധനത്തിൻ്റെ ഇടയിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ മറ്റേത് കൊണ്ടുവയ്ക്കും. ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് ഞാനിവിടെ ഒരു സുന്ദരി കുട്ടീനെ കണ്ടു. ഐസ്, അയ്യോ, ആരായിത്ത് കാലുകൊണ്ടോ? ആരായിത്ത് ഐസ്, ഭയങ്കര ചൂടായിട്ട് എൻ്റെ കുട്ടിക്ക് തീരെ പറ്റുന്നില്ല ഗൈസ്. നമുക്ക് മനുഷ്യന്മാർക്ക് തന്നെ ഈ ചൂട് കാലത്ത് തീരെ സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. അപ്പോൾ ഇവരുടെയൊക്കെ കാര്യമല്ലേ ചെയ്യാൻ പറ്റാണ്ടായി തുടങ്ങിയിരിക്കുന്നു. അക്രമമായ ചൂടായത് കൊണ്ട് കുട്ടി തളർന്നു ഗൈസ്. സ്കൈ, ഇവിടെ വേറെ ആളുണ്ട് ഗൈസ്. അയാളും ഇവിടെ കിടന്ന് ഉറക്കം തന്നെയാണ്. പക്ഷെ വേറെ അവർ പറഞ്ഞിട്ടും കാര്യമില്ല. പാവം, അയ്യോ, കാണാനില്ലല്ലോ. ഈ പരിപാടി കാരണം നമ്മൾ അതിസാഹസികമായി പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. പാവൻ്റെ കാറ് ചൂട് കൊണ്ട് പഴുത്ത്. അവിടെ എൻ്റെ റൂമിൽ നിന്ന് കയറ് കെട്ടിയിട്ട് ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് എവിടെയാ നോക്ക്. അതും കാർമ. ഓ മൈ ഗോഡ്, കണ്ടില്ലേ അവിടെ വർക്ക് നടക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇന്ന് ആവശ്യമുള്ള വിളക്ക് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കണ്ട പിന്നെ കഴുകി വൃത്തിയാക്കി എല്ലാം കൊണ്ട് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെ, വിളക്കെണ്ണ, ചെരാതുകൾ, പിന്നെന്തിട്ടാണ് കുടിവിളക്ക്. ഇതിനെ എന്താ പറയുക, പറന്നാ പറയാം, നിറയല്ല, യെസ്, അത്. പിന്നെ വലിയ നിലവിളക്ക്, ചെറിയ നിലവിളക്ക്, എല്ലാം സെറ്റ്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഇതെങ്ങനെ കെട്ടുകയാണ്. അപ്പോൾ ഇപ്പം കാണിച്ചു തരാം എങ്ങനെ കെട്ടേണ്ടത്. ആദ്യം നമ്മളിങ്ങനെ എടുത്തു, എന്നിട്ട് ഇങ്ങനെ പതുക്കെ കെട്ട്, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ. അമ്മ ഒന്നുകൂടി സ്ലോയിൽ കാണിച്ചു തരുന്നതാണ്. ഇതിങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അമ്മ ഇതിനെ ചുറ്റി കൊണ്ടുവന്നിട്ട് മേലക്കൂടെ എടുത്ത് ഉള്ളിക്കൂടെ എടുത്ത് റൈറ്റ് സൈഡിലേക്കാണ് വലിക്കാട്ടോ. റൈറ്റ് സൈഡിലേക്ക് ഇതിൻ്റെ വാല് കൊണ്ടുവന്നിട്ട് കണ്ട വലിച്ച് സെക്യൂർ ചെയ്യും. സിമ്പിൾ ഡിമ്പിൾ ഗൈസ്. ഇതിന് വേണ്ടിയിട്ട് ബാങ്കി സഹായിക്കുന്നുണ്ട് കേട്ടോ. കണ്ട, ഇതിനിടയിൽ ഉണ്ടുന്ന സാധനങ്ങളൊക്കെ അവളുണ്ടാക്കുന്നുണ്ട്. അച്ഛൻ എല്ലാണ്ട് അച്ഛനെ വ്ളോഗിൽ വീഡിയോ എടുക്കുന്നുണ്ട്. വർക്ക് ദേ ഇങ്ങനെ ആയിരിക്കുന്നു. കാണുന്നുണ്ട്. 2 എണ്ണം കൂടിയും ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫില്ലായി ഗൈസ് ഇവിടെ. അതോട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ നമ്മുടെ ഈ എരങ്ങ് പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ അവിടെ മേലെയായിട്ട് കൊണ്ട് സെറ്റാക്കണം. അതിന് കുറച്ചുകൂടി വെയിലാറണം. ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരിഞ്ഞ് ഉണങ്ങി വരും. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞതേ ഓരോരുത്തർ വരുന്നുണ്ട്. ഗോയ്സ് പോണോക്കെ അച്ഛമ്മയ്ക്ക് മതിയായി. അപ്പോൾ ഇതാണ് ഗായ്സ് ഫൈനൽ ഇന്നത്തെ ലുക്ക് എൻ്റെ. പക്ഷേ ഓടിപ്പിടിച്ച് ഞാൻ ഭയങ്കര ലേറ്റ് ആയിരുന്നു. കാരണം ഓടിപ്പിടഞ്ഞെല്ലാം ശരിയാക്കിയത് കൊണ്ട് തന്നെ എൻ്റെ മുടി ഇങ്ങനെ ടീച്ചർക്ക് പിപ്പിളി ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ പക്ഷേ കോസ്റ്റ്യൂം സാരി ഗായ്സ് അങ്ങനെ. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ഇഷ്ടംപോലെ പണിയുണ്ട്. ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പണികളുണ്ട്. ലൈറ്റ് ഓഫ് വേണ്ട ഗൈസ്.
ഇതാണ് ഗൈസ് ഇവിടുത്തെ പൂരം വരവ് സ്പെഷ്യൽ ലുക്കുകൾ. അങ്ങോട്ട് തിരിയാന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വണ്ടി പോയിട്ട് തിരിയുള്ളൂ, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ കണ്ട് പേടി. ഇങ്ങനെയാണ് ഗൈസ് ഇവിടുത്തെ ആൻഡ് നമ്മുടെ ഗായത്രി സുന്ദരി. അതെ ഇതാണ് ഞാൻ രാവിലെ കാണിച്ചിട്ടുള്ള സാധനം.